അസ്സലാമലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ലോഗിലോട്ട് വീണ്ടും എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ട് പോകുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് കുട്ടികളൊക്കെ പോയ ശേഷമാണ് നമ്മൾ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ജിമ്മ് കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കും അത്യാവശ്യം സമയമാവുന്നു. അപ്പോൾ എനിക്ക് രാവിലെ അധികം അങ്ങ് വ്ലോഗ് എടുക്കാൻ പറ്റാറില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കുട്ടികളൊക്കെ പോയ ശേഷമാണ് കേട്ടോ ഇന്ന് വ്ലോഗ് എടുക്കണം. അയൻകുട്ടി നേരത്തെ പോയിട്ടുണ്ടായിരുന്നു, അവനക്ക് ഫുട്ബോൾ ക്യാമ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു ഭാഗമൊക്കെ വേഗം ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിട്ട് അടിച്ചു വാരിയൊക്കെ ഇട്ടു. അത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു ഇതല്ലേ, ജസ്റ്റ് ഒരു അടിച്ചു വാരൽ മാത്രം, തുടക്കൽ പിന്നെ ആക്കിയാലും കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു പരിപാടിയാണ് കേട്ടോ അത്. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. ഇന്ന് കുട്ടികൾക്ക് ഞാൻ മസാലപ്പുട്ട് ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. കറിയൊന്നും വെക്കാൻ സമയം ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പുട്ടുണ്ടാക്കിയിട്ട് അത് മസാല ആക്കിയിട്ട് അങ്ങനെ കൊടുത്തു. എഗ്ഗൊന്നും ഇട്ടില്ല, വെജിറ്റബിൾ കുറേ ഇട്ടിട്ട് അങ്ങനെ കൊടുത്തു കേട്ടോ. അപ്പോൾ കുട്ടികളുടെ റൂമിൽ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വിരിച്ചിട്ട് ജസ്റ്റ് അവിടെ നിന്ന് വേഗം ഒന്ന് അടിച്ചു വാരി എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല മഴയുണ്ട് ഇവിടെ എപ്പോഴും, അതുകൊണ്ട് നോയ്സ് ഉണ്ടാവും കേട്ടോ വീഡിയോയിൽ. അപ്പോൾ വേഗം ഒന്ന് അടിച്ചു വാരി എടുത്ത് ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. ഒരുപാട് കമൻറ്റ്സ് നമുക്ക് വീണ്ടും വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതലായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കമൻറ്റ് എന്താണെന്ന് പറഞ്ഞാൽ, ഇന്നത്തെ വീഡിയോ കണ്ടപ്പോൾ പഴയ ജിനി തിരിച്ചു കിട്ടിയ പോലെ ഉണ്ടായി. എനിക്ക് തൻ്റെ പഴയ വീഡിയോ മുടങ്ങാതെ കാണുമായിരുന്നു. ഇപ്പോൾ ഇഷ്ടമാണ്. ഈ വണ്ണം മതി കേട്ടോ, ഇതാ രസം. എൻ്റെ മക്കൾ പറയുന്നത് തൻ്റെ ഇത്തയുടെ മുഖച്ഛായ ഉണ്ടെന്നാ എനിക്ക്. ഓക്കെ അങ്ങനെ പറയുന്നുണ്ടോ. അപ്പോൾ ഞാൻ എൻ്റെ വ്ലോഗിൽ വലിയ ചേഞ്ചൊന്നും വരുത്തിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നണേ. മുറ്റടിച്ച് വാരൽ മാത്രം കുറച്ചൊന്ന് ചേഞ്ച് വരുത്തിയിട്ടുണ്ടായിരുന്നു. കാരണം പുല്ലും കാര്യങ്ങളൊക്കെ ഒത്തിരി വളർന്നിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവിടെയും ക്ലീനാക്കി മഴ പെയ്യാൻ തുടങ്ങി. ഇനിയിപ്പോൾ വീണ്ടും പുല്ലൊക്കെ വളരും, അതാണൊരു വിഷമം. നമ്മൾ ക്ലീനാക്കി അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് വിചാരിക്കുമ്പോഴത്തേക്കും പുല്ല് വളരും. പിന്നെ എങ്ങനെയാണ് എനിക്ക് ഡെയിലി അടിച്ചു വരാൻ പറ്റുന്നത്? എന്നാൽ തന്നെ ഞാൻ ഓരോ ഭാഗങ്ങളായിട്ടാണ് കേട്ടോ അടിച്ചു വരുന്നത്. പണ്ടത്തെ പോലെ കോമ്പൗണ്ട് മൊത്തമായിട്ടൊന്നും അടിച്ചു വരാൻ പറ്റില്ല, നമുക്കും പ്രായമായി വരുമല്ലേ അല്ലേ. അപ്പോൾ എന്തായാലും ഇതാ സൂപ്പർ വ്ലോഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നെറ്റ് നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എനിക്കൊരു ഇൻസ്റ്റാ പേജിൽ നിന്ന് അവരയച്ചു തന്നതാണ് കേട്ടോ. നമ്മൾ അളവും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ നെറ്റിൽ നിഴലടിക്കുന്നുണ്ട്, ശ്രദ്ധിക്കണം എന്ന് പറയുന്നുണ്ട്. ഞാൻ പാൻറ്റാണ് കേട്ടോ അടിയിലിടാറ്, അടിപ്പാവടയല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യണതാണ്. നമ്മൾ അടിയിൽ പാൻറ്റ് ഇടാറുണ്ട്. ഹലോ അസ്സലാമലൈക്കും. വാലൈക്കും അസ്സലാം. എനിക്ക് ഭയങ്കര മടിയാണ് ജോലിയൊക്കെ ചെയ്യാൻ. ഇത്തയുടെ വീഡിയോ കാണുമ്പോൾ ഒരു എനർജി വരുന്നു. അപ്പോൾ പിന്നെ എന്നും കണ്ട് നിങ്ങൾ മടിയൊക്കെ മാറ്റാൻ ശ്രമിക്കുക കേട്ടോ. നമുക്കും വരൂടാ മടിയൊക്കെ, അതിപ്പോൾ മനുഷ്യ സഹജമാണ്. എപ്പോഴും ഒരേപോലത്തെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലോണം മടി വരും. അതൊന്നും ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇനിയിപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇൻസ്പയർഡ് ആവുകയാണെങ്കിൽ സന്തോഷം എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ഇങ്ങനെ ചെയ്യണം എന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, നിങ്ങൾക്ക് എന്തിലാണോ കൂടുതൽ ഇൻട്രസ്റ്റ് അത് ചെയ്യുക. അല്ലാണ്ട് വീട്ടിലത്തെ പണികൾ മാത്രം ചെയ്യുന്ന ഒരാൾ മാത്രമാണ് നല്ലത് എന്നുള്ള ഒരു കോൺസെപ്റ്റൊന്നും എനിക്കില്ല കേട്ടോ സത്യം പറഞ്ഞാൽ. പിന്നെ സൂപ്പർ വ്ലോഗ് കുറേ ഹായ് പറഞ്ഞിട്ടുണ്ട്. മഴയാണ് ജിനിയുടെ അടുക്കളയിൽ കട്ടൻ ചായ അങ്ങനെ കാണാറില്ലല്ലോ. ഇക്കാക്ക് എന്തെങ്കിലും ഒരു ഹെൽത്തിന് ഇഷ്യൂ, ജലദോഷമോ തൊണ്ടവേദന അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇക്ക കട്ടൻ ചായ തന്നെ കുടിക്കാറ്. അതുകൊണ്ടാണ് നമ്മൾ കട്ടൻ ചായ. പിന്നെ വീക്കെൻഡ് കഴിഞ്ഞിട്ട് മൺഡേ മോർണിംഗ് പോകുമ്പം ഇക്ക അതുപോലെ ലൈം ടീ കുടിച്ചിട്ടാണ് പോവാറുള്ളത് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെറുപയർ പുഴുക്കും പുട്ടും ഉണ്ടാക്കി, പപ്പടം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. മഴ പെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വേഗം പോയി ചായ വെച്ചു. ഈ മഴയത്ത് ഇങ്ങനെ ചൂട് ചായ കുടിക്കാൻ എന്തായാലും ഒരു വൈബ്. പിന്നെ രാവിലെ വെക്കുന്ന ചോറ് വെള്ളം വറുത്ത് റൈസ് കുക്കറിൽ വെച്ചാൽ മതി, രാത്രി വരെ ചൂടുണ്ടാകും. അതിന് നമ്മൾ രാത്രിയൊന്നും ചോറ് കഴിക്കൂല കേട്ടോ. രാത്രി വരെ ചൂടിൻ്റെ ആവശ്യമൊന്നും നമുക്കില്ല. പിന്നെ ഞങ്ങൾക്കൊക്കെ അപ്പം ചോറ് വെക്കുകയാണ് കേട്ടോ ചെയ്യാറ്. കുക്കറിലായതുകൊണ്ട് വേഗം ആവുമല്ലോ. പിന്നെ കുറച്ച് വലിയ ജീരകം ഒന്ന് വറുത്ത് വെച്ചിട്ടുണ്ട്. വലിയ ജീരകം ഫാൻസ് ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഇവിടെ ലൈക്ക് അടിക്കുക, കമൻ്റ് അടിക്കുക. കാരണം എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വലിയ ജീരകം കഴിക്കണ ഒരു സ്വഭാവമുണ്ട്. അത്ര നല്ല സ്വഭാവമല്ല എന്നുള്ളത് കേട്ടിട്ടുണ്ട്. രക്തം കുറയുന്നോ അങ്ങനെ എന്തോ കേട്ടിട്ടുണ്ട്. പക്ഷെ അത് ശീലിച്ചു കഴിഞ്ഞാൽ വല്ലാത്തൊരു അഡിക്ഷനായി പോകും കേട്ടോ. ഞാൻ
കുറച്ച് ആൾക്കാരോട് അത് പറയുമ്പോൾ അവർക്കും ആ ശീലം ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഞാൻ അതിശയിക്കുകയാണ്. അപ്പോൾ എനിക്ക് മാത്രമല്ല ഈ ഒരു ദുഷിച്ച ശീലം എന്നുള്ളത്. പിന്നെ ഉച്ചയ്ക്ക് നമ്മുടെ പാലക്കാട്ടുകാരുടെ സ്വന്തം സ്പെഷ്യലായിട്ടുള്ള മുട്ടച്ചാറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ മീൻ ചാറില്ലേ, ഇവിടെ ചാറ് എന്ന് കേട്ടോ പറയുക, കറികൾക്കൊക്കെ ചാറ് എന്നാണ് പറയുക. അപ്പോൾ മീൻ ചാറ് വയ്ക്കുന്ന മെത്തേഡിലാണ് നമ്മളിവിടെ മുട്ടച്ചാറ് വയ്ക്കാറ് കേട്ടോ. ഇവിടെയൊക്കെ ഇഷ്ടമാണ്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നിട്ടാണ് ഇത് കാണുന്നത് തന്നെ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റെസിപ്പി നോക്കിയാലോ. ഞാൻ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിലോട്ട് ഉലുവയും ചെറിയ ജീരകം, അന്നത്തെ ഒരു കമൻറ്റ് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ പാലക്കാട്ടുകാർ ഏറെക്കുറെ കറികളിൽ ഇങ്ങോട്ട് വരെ കേട്ടോ, ആ ഒരു മലബാർ ഏരിയയിലോട്ടല്ല ഞാൻ പോണത്, ഇങ്ങോട്ട് വരെ ഏറെക്കുറെ കറികളിൽ ചെറിയ ജീരകം യൂസ് ചെയ്യും. പിന്നെ തക്കാളിയും ഉള്ളിയും പച്ചമുളകും ഒന്നിച്ചിട്ട് കൊടുത്തു. ഒന്നിച്ചിടുന്നതിനെ കുറിച്ച് ഒരു കുട്ടി ഒരു കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ വീഡിയോയിൽ. എനിക്ക് സമയമില്ലാത്ത സമയങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ഒന്നിച്ചിട്ട് കൊടുക്കുന്നത്. പിന്നെ വീട്ടിൽ നമ്മൾ നോർമൽ കുക്കിംഗ് ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനത്തെ ഉടായ്പ പരിപാടികളൊക്കെ ചെയ്യാറില്ലേ, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നിച്ചങ്ങ് വഴറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങ ചിരവി എടുക്കുന്നുണ്ട് കേട്ടോ. പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 സ്പൂൺ കുറച്ച് എരിവുള്ള പൊടിയും ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഈ സമയത്ത് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്താൽ അതും കൂടെ നന്നായിരിക്കും കേട്ടോ. പിന്നെ ഇതാ പുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കുക. അടച്ച് വെച്ചിട്ട് നന്നായിട്ട് തിളച്ച് വരട്ടെ. തിളച്ച് വന്ന ശേഷം ഞാൻ ഇതിലോട്ട് ഉപ്പിട്ടിട്ട് ഒന്നുകൂടി ഇളക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സാധാരണ തേങ്ങ നന്നായിട്ട് അരച്ചതാണ് കേട്ടോ, അത് ഇതിലോട്ട് ചേർത്തി കൊടുത്ത് കൺസിസ്റ്റൻസിയും ഉപ്പും എല്ലാം കറക്റ്റ് അല്ലേന്ന് ചെക്ക് ചെയ്യുക. ചെറിയൊരു തിള വരുന്നത് വരെ ഒന്ന് അടച്ച് വെച്ചിട്ട് പിന്നെ എഗ്ഗ് ഇതുപോലെ പൊട്ടാണ്ട് ഓരോ ഭാഗങ്ങളിലായിട്ട് മാത്രം ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ 3 എഗ്ഗ് മാത്രമേ എടുത്തിട്ടുള്ളൂ. പുഴുങ്ങിയിട്ടും ചേർത്ത് കൊടുക്കും, പക്ഷെ നമുക്ക് ഇങ്ങനെയാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ അത് ഞാൻ അവിടെ സ്ലോ കുക്കിങ്ങിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം അത് നമുക്ക് കുക്ക് ചെയ്തിട്ടെടുക്കാൻ. ഒരു 5 മിനിറ്റോളം നമ്മളത് കുക്ക് ചെയ്തിട്ടെടുക്കണം. പിന്നെ സോയ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവനിങ് മോനിക്ക് സ്കൂൾ വിട്ട് കഴിഞ്ഞാലേ ഫുഡില്ലാണ്ട് പറ്റണില്ല എന്ന് പറഞ്ഞു. അത്രയും വിശപ്പാണ് അത്ര. അപ്പോൾ ഞാൻ വിചാരിച്ചു അയാൻകുട്ടി എന്തായാലും ട്യൂഷൻ പോകുമല്ലോ, അപ്പോൾ അവൻ്റെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സോയയിലോട്ട് മഞ്ഞൾപ്പൊടി, ഉപ്പും മുളക് പൊടിയും ഇട്ടിട്ട് മസാല വരട്ടി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് കുറച്ച് വെജിറ്റബിളും കാര്യങ്ങളൊക്കെ വേണം കേട്ടോ. അപ്പോൾ ഇവിടെ മുട്ടക്കറിയും റെഡി ആയിട്ടുണ്ട്, അടച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ ഇവിടെ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയുള്ളി, ഒരു തക്കാളിയും, ഇതെല്ലാം ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പുറത്ത് നമ്മൾ മസാല കൂട്ടി വെച്ച് നമ്മുടെ സോയ ഇരിക്കുന്നുണ്ട്. ഞാൻ ഒത്തിരി പൊടികളൊന്നും അങ്ങ് ചേർത്തി കൊടുത്തിട്ട് ഇല്ല കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ എണ്ണയിലോട്ട് ഈ സോയ അങ്ങ് തട്ടിക്കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച എല്ലാ സാധനവും ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. കാരണം സോയിലത്തെ വെള്ളം മൊത്തം വറ്റിയ ശേഷം മാത്രം ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഈ ഒരു പ്രോസസ്സ്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഇവിടെ സോസുകളായിട്ട് ഞാൻ നമ്മുടെ സോയാ സോസും അതുപോലെ റെഡ് ചില്ലി സോസും പിന്നെ ഷെസ്വാൻ സോസും ടൊമാറ്റോ സോസും 4 സോസും ഓരോ സ്പൂൺ വീതം എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് വെച്ചതാണ് കേട്ടോ. അത് നമ്മുടെ സോയ നന്നായിട്ട് ആയ ശേഷം നമുക്ക് ഈ സോസ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഷെസ്വാൻ സോസ് അത്യാവശ്യം എരിവുണ്ടാവും കേട്ടോ. ഇനി അടച്ചു വെക്കാം. ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. അപ്പുറത്ത് ഞാൻ ചെറുപയർ ഉപ്പേരി റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ സോയ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുക്കറിൽ ചോറും ആയിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട്, മല്ലിയില ഇല്ലാത്തതുകൊണ്ട് കറിവേപ്പിലിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ സംഗതി സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ചപ്പാത്തിയും കൂടെ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ കുളിയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഈ ഒരു പരിപാടിക്കൊന്നും നിൽക്കുന്ന അത്ര സുഖമുള്ള ഏർപ്പാടല്ല. ആ ഒരു 1.5 മണിക്കൂർ ഒന്ന് കിടന്നിട്ടില്ലെങ്കിൽ ഒരു ആശ്വാസം ഉണ്ടാവില്ല. അതുകൊണ്ടാണല്ലോ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി വെക്കുന്നത്. കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്യുക അല്ലെങ്കിൽ നെയ്യ് സ്പ്രെഡ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ വേഗം ഞാൻ ചപ്പാത്തി കല്ല് അങ്ങനെ അടുപ്പിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചപ്പാത്തി പരത്തിയിട്ട് ഇങ്ങനെ ഓരോന്നായിട്ട് ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ അവനക്ക് മാത്രമല്ല അവൻ്റെ ഫ്രണ്ട്സിനും കൂടെ ആക്കി കൊടുക്കണം. കാരണം എല്ലാ കുട്ടികളും നല്ലോണം വിശന്നിട്ടിരിക്കുകയാണ് എന്നുള്ളത് മനസ്സിലായിട്ടോ. പാവം തോന്നി പറയണ കേട്ടപ്പോൾ. എനിക്ക് ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, വിശന്ന കാരണം എന്നൊക്കെയാണ് പറയണത് കേട്ടോ. അപ്പോൾ ഇത് നേരത്തെ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നാണ് ഞാൻ ചോദിച്ചത്. ഞാൻ എപ്പോഴും അവനോട് ആദ്യമേ ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഈവനിങ് ഫുഡ് വേണോ എന്നുള്ളതൊക്കെ. അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു.
പിന്നെ എന്നും ഈ ക്യാഷും കൊണ്ടുപോയി സ്നാക്ക് ബിസ്ക്കറ്റ് അത് ഇത് മേടിച്ച് കഴിക്കണോ, അതിലൂടെ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. എണ്ണപ്പലഹാരം ഡെയിലി കഴിക്കണോ അത്ര നല്ലതും അല്ലല്ലോ. അതുകൊണ്ട് ഞാൻ അതിനെ അങ്ങ് പ്രോത്സാഹിപ്പിക്കുന്നില്ല കേട്ടോ. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സ്നാക്ക് ആക്കിയിട്ട് കൊടുത്തു വിടുക, അല്ലെങ്കിൽ ചപ്പാത്തി ആക്കിയിട്ട്, അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ ഇതാ എഗ്ഗ് കറിയും റെഡി, ഉപ്പേരി റെഡി, തൈരും എല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട്. ഇങ്ങനെ സൂക്ഷിച്ചെടുക്കണം കേട്ടോ ഈ എഗ്ഗ് പൊട്ടാണ്ട്. അപ്പോൾ അതാ ഇങ്ങനെ ഇരിക്കും ഈ കറിയത്തെ എഗ്ഗ്. ഉപ്പും മുളകും പുളിയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ. ഒരു പ്രത്യേക ഫ്ലേവർ തന്നെ ഉണ്ട് കേട്ടോ, മണമൊക്കെ. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവർ എന്തായാലും ട്രൈ ചെയ്യുക. അങ്ങനെ കറി റെഡി. പിന്നെ നമ്മുടെ സോയ റെഡി ആയിട്ടുണ്ട്. ഇതാ അതും വെച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം എന്താണെന്നറിയില്ല, ഈ ടൈപ്പ് സോയ ആയപ്പം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിന്ന്. പിന്നെ ഞാൻ ഇതാ രസം എടുക്കുന്നുണ്ട്. ചെറുപയറുപ്പേരും തൈരും അച്ചാറും ഒരു ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ആയിട്ട് ഇന്നത്തെ ലഞ്ച് ഇവിടെ റെഡി കേട്ടോ. പിന്നെ ചോറ് തിളപ്പിക്കാൻ വെച്ചതിനെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലാവരും ഞങ്ങൾ 3 പേരും കൂടെ വിളമ്പി കഴിച്ച് അങ്ങനെയൊക്കെ തന്നെ ഉച്ച വരെ സമയം പോകണമെന്ന് നമുക്കറിയില്ലല്ലോ. ഉച്ചയ്ക്ക് ശേഷം നമ്മളെല്ലാവരും ഒന്ന് റെസ്റ്റ് എടുക്കും. ചിലപ്പോൾ നല്ല പോത്തുപോലെ ഉറങ്ങും ചെയ്യും കേട്ടോ ഞാൻ. അങ്ങനെ ഇതാ ചോറൊക്കെ റെഡി. ഇനി അത് കഴിക്കട്ടെ അല്ലേ. പിന്നെ ഇപ്പോൾ ഞാനും പാട്ട് കേട്ടാണ് ജോലി ചെയ്യാറ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കമൻറ്റ് വായിച്ചു, സന്തോഷം. ആ മുത്തേ എന്ന് വിളി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ മുത്തേ. അസിനെന്താ ജോലി, സംസാരം നല്ല രസമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹസ്ബൻഡ് ജോഗറിൽ വർക്ക് ചെയ്യാണ് കേട്ടോ, സെയിൽസ് ഹെഡായിട്ട് വർക്ക് ചെയ്യാണ്. കേരളം ഒഴികെ ബാക്കി എല്ലാവിടെയും ഹാൻഡിൽ ചെയ്യണം. കോഴിക്കോടാണ് ഓഫീസ്. ഞാൻ രാമനാട്ടുകരയിലാണ് കേട്ടോ ഓഫീസ്. കുറേ പേര് അന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും അറിയാം ഞാൻ അവിടെയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ്. പിന്നെ നെയ്റ്റി റെഡിമെയ്ഡ് ആണോ അല്ല സ്റ്റിച്ച് ചെയ്തതാണോ കേട്ടോ നെയ്റ്റി. ചില ഹാബിറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്താൻ ഭയങ്കര പ്രയാസമാണ് അല്ലേ. അതിലൊന്നാണ് ഇത്. ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഇത് കുറച്ച് വായിലിടുന്നത് അതൊരു ശീലമായിപ്പോയിട്ടോ. പിന്നെ നമ്മൾ റെസ്റ്റൊക്കെ എടുത്ത ശേഷം അയൻകുട്ടി വന്നത്, അയൻ നാളെ ഓഗസ്റ്റ് 15 അവൻ്റെ സ്കൂളിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ജിനിമ വരണം, വരുമ്പോൾ ഫോണും എടുക്കണം എന്നാണ് പറഞ്ഞത്. അവർക്ക് എന്താ അവിടെ സെൽഫി എടുക്കാനൊക്കെ അത്ര, അല്ലാണ്ട് എന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്നല്ല, ഫോണിനോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അവനും ഫുഡൊക്കെ കഴിച്ചു. ഞാൻ വേഗം റിഹാനിക്കുള്ള ഫുഡ് ഇതുപോലെ ഒന്ന് എടുക്കുകയാണ്. ആദ്യം ഇതുപോലെ കുറച്ച് മസാല അടിയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ചപ്പാത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 6-7 ചപ്പാത്തിയൊക്കെ ഞാൻ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ ക്ലോസ് ചെയ്തിട്ട് ഇത് കൊണ്ടുപോയി കഴിക്കട്ടെ അല്ലേ. ആദ്യം വിശപ്പൊന്നും മാറില്ല, എന്നാലും ചെറിയൊരു ആശ്വാസം അത്രയേ ഉള്ളൂ. അങ്ങനെ അവൻ്റെ ബസ് പോയി. ഇനി നെക്സ്റ്റ് ബസ്സിലും പോവാന്ന് പറഞ്ഞിട്ട് അവൻ പോവാണ് കേട്ടോ. ഇക്കാൻ്റെ ബാഗ് എടുത്തിട്ട് പോകണം. ഇനി അതിന് എന്തൊക്കെ പുലിവാല ഉണ്ടാക്കും എന്നുള്ളത് വന്നാലേ അറിയുള്ളൂ. ഇക്കാണെങ്കിൽ ഇക്കാൻ്റെ സാധനങ്ങൾ വേറെ ആരും എടുക്കണ വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. അവൻ്റെ ഇക്കാനെ ഞാൻ പറയണേ. അങ്ങനെ ഇതാ അവൻ പോയി. ഞാൻ വാതിലൊക്കെ അടച്ചു. കുറച്ചു നേരം കൂടെ പോയി ഒന്ന് കിടന്നു. കാരണം ഇവിടെ 5 മണിക്ക് ശേഷമുള്ളൂ എണീക്കൊക്കെ ചെയ്യാം കേട്ടോ. എണീച്ച ശേഷം ഇതാ ഞാൻ വാതിൽ തുറന്നു, ജസ്റ്റ് ഒന്ന് അടിച്ചു വാരിയും കൂടി എടുക്കുകയാണ്. ഇന്ന് എൻ്റെ മുഖം കാണാത്തൊരു വ്ളോഗാണ് അല്ലേ, നിങ്ങൾ ശ്രദ്ധിച്ചോ? കാരണം ഇന്ന് ഞാൻ ഷോളേ ഇട്ടിട്ടില്ല. എന്നും ഷോൾ ഇട്ട് ഓരോ പണികൾ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ്. ഇന്ന് ഷോളില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഒരു ഭാഗമൊന്നും കാണിക്കണ്ട, വെറുതെ നിങ്ങളെ കയ്യിൽ നിന്ന് മേടിച്ച് കൂട്ടണ്ടെന്ന് വിചാരിച്ചു. അതുകൊണ്ട് കൂടിയാണ് കേട്ടോ. പിന്നെ വേഗം പോയി ഒന്ന് അടിച്ചു വാരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചായയൊക്കെ ഉണ്ടാക്കണം. പിന്നെ അരി ഉഴുന്നൊക്കെ വെള്ളത്തിലിടണം. മഴ അത്യാവശ്യം പെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഉപ്പും കടുകും വീട്ടിൽ ഇല്ലാതിരിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. പണ്ടത്തെ ആൾക്കാർ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഉപ്പും അരിയും എന്നാണ് പറയുന്നിട്ടുള്ളത് കേട്ടോ. കടുകിനെ കുറിച്ച് എനിക്കറിയില്ല. ഉപ്പും അരി, കാരണം അത് രണ്ടും ഒരു നേരത്തെ ആഹാരം, ഒരു കഞ്ഞി വെക്കണമെങ്കിൽ അതല്ലേ വേണ്ടത്. അപ്പോൾ കടുകൊക്കെ കൂട്ടാനുണ്ടാക്കാൻ ഉണ്ടെങ്കിലല്ലേ കടുകൊക്കെ ആവശ്യം ഉണ്ടാവുള്ളൂ. ഒന്നും ഉണ്ടാക്കാനില്ലാത്തൊരു സമയത്ത് കഞ്ഞി വെക്കണമെങ്കിൽ ഉപ്പ് വേണ്ടേ. ആ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്, ചായ വെക്കാൻ വെച്ചിട്ടുണ്ട്. പണ്ടത്തെ ആൾക്കാർ പറയുന്ന സ്ലാങ്ങൊക്കെ കയറി വരുന്നുണ്ട് അല്ലേ. ചായ തീം വെച്ചിട്ടുണ്ട് എന്ന് പറയും നമ്മളവിടെയൊക്കെ. ചായ തീം വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, അടുപ്പല്ലേ പണ്ട് കത്തിക്കുക. അപ്പോൾ അടുപ്പിലിങ്ങനെ തീ ആളി കത്തുമ്പോൾ അതിൻ്റെ മേലെ വെക്കണേനായിരിക്കും, എനിക്കറിയില്ല കേട്ടോ. ഗ്യാസിലും തീയല്ലേ വരിക അല്ലേ.
തീൻ്റെ മേലെ വെക്കണേനായിരിക്കും തീ വെച്ചിട്ടുണ്ട് എന്നുള്ളത് പറയുക കേട്ടോ. അങ്ങനെ വിചാരിക്കണു ഞാൻ. ഇനി നിങ്ങൾക്ക് അറിയെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നമ്മുടെയൊക്കെ ആ സൈഡ് അങ്ങനെ പറയാറില്ലേ, ചായ തീ വെച്ചിട്ടുണ്ട്, ചോറ് തീ വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. മലപ്പുറമുള്ള ആൾക്കാർ എങ്ങനെ തമിഴ്നാട് സൈഡ് മാരേജ് ആയി? വീട്ടിൽ എത്ര റൂമുണ്ട്? ഹോം ടൂർ ചെയ്യാമോ? ഹോം ടൂർ ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീട് പഴയ വീടാണ്, 10-30 വർഷം മുമ്പത്തെ വീടാണ്. പിന്നെ ഞങ്ങൾ തമിഴ്നാടല്ല, കേരളത്തിൽ തന്നെയാണ്, ബോർഡറിലാണ്. ബോർഡർ എന്ന് പറയാൻ പറ്റുമോ, ഒരു 10 കിലോമീറ്റർ അപ്പുറത്തായിരിക്കും മേ ബി തമിഴ്നാട് കേട്ടോ. വാളയാർ എത്തണമെങ്കിൽ, വാളയാറല്ലേ ബോർഡർ, ഒരു 10 കിലോമീറ്റർ ഒക്കെ പോകണം എന്നാണ് എൻ്റെ ഒരു ഊഹം. ഓക്കെ. വീട്ടിലെ റൂം 3 ബെഡ്റൂമാണ്. പിന്നെ ഫ്രിഡ്ജ്, മെഷീനൊക്കെ വെക്കുന്ന റൂം, ഹോള്, ചെറിയൊരു വേറൊരു വർക്ക് ഏരിയ പോലത്തെ റൂം, പിന്നെ അടുക്കള, ഇത്ര തന്നെ കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, നമ്മൾ തമിഴ്നാട്ടുകാരല്ല. ഓക്കെ. അപ്പോൾ മാരേജ് ആയത് അത് ഇവിടുത്തെ ഒരു കസിന് അവിടെ ഇങ്ങനെ കച്ചവടത്തിനൊക്കെ വരുമായിരുന്നു. അപ്പോൾ നമ്മളെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ ഇവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് ഇവർ പെണ്ണ് കാണാൻ വന്നു. എന്താ പറയുക, ഇവർക്കിഷ്ടമായി. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ കല്യാണത്തിനോട് അത്ര, അതായത് എൻ്റെ വലിയപ്പാക്ക് വയ്യാണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പം നമ്മൾ കല്യാണം ഇപ്പോൾ റെഡിയാവുമോ എന്നുള്ളതൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഇവർക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പറയാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്തതാണ് കേട്ടോ. നോക്കുമ്പോൾ ഇവർ നമ്മുടെ ആൻസറിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അത് നമ്മൾ അറിഞ്ഞില്ല കേട്ടോ. അങ്ങനെ പരസ്പരം എല്ലാവർക്കും ഇഷ്ടമായി. അങ്ങനെ കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു. പലരും എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ, എന്താ ലവ് മാരേജ് ആണോ, ഇത്രയും ദൂരം എങ്ങനെ പോയി എന്നുള്ളതൊക്കെ. ലവ് മാരേജ് ഒന്നും അല്ല കേട്ടോ. പിന്നെ പൈസ കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാവരും പണിയെടുക്കും, ഇല്ലെങ്കിൽ മടി ഉണ്ടാകും. അതെന്താ അങ്ങനെ? എനിക്കത് മനസ്സിലായില്ല. യൂട്യൂബ് ചാനലിന് പൈസ കിട്ടുന്നതുകൊണ്ടാണോ നമ്മൾ പണിയെടുക്കണമെന്നുള്ള ഒരു ഇതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നമ്മൾ വീട്ടിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളുമാണ് കേട്ടോ. ഞാൻ ഡെയിലി വ്ളോഗ് ഇടാനുള്ള കാരണം എന്താണ്? ഡെയിലി വ്ളോഗ് ഞാൻ എന്നും ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് വീഡിയോസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 2 ഗുണം. എൻ്റെ ചാനലിനും നല്ലതാണ്, പിന്നെ എനിക്കും നല്ലതാണ്. എനിക്കൊരു ഇൻകം ഉണ്ടാക്കാം, എൻ്റെ വീട്ടിലത്തെ കാര്യങ്ങളും കഴിയും. മിക്ക ഹൗസ് വൈഫുമാരും ചെയ്യുന്നൊരു കാര്യം തന്നെയായിരിക്കും. യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ ചെയ്യുന്നൊരു കാര്യം ഇതുതന്നെയായിരിക്കും. ഞാനിപ്പോൾ ഒരു ട്രാവൽ വ്ളോഗ് ഒരു 2-3 ദിവസം വീഡിയോ എടുത്തു, എനിക്കൊരു ചാനൽ തുടങ്ങണം. അപ്പോൾ ശരി, ഞാൻ ട്രാവൽ വ്ളോഗർ ആവാം എന്നും പറഞ്ഞിട്ട് ഞാൻ പോയി ഒരു 2-3 ദിവസമൊക്കെ ട്രിപ്പ് പോയി വീഡിയോ എടുത്ത് അത് റീച്ചായി. പിന്നീട് എനിക്കത് ചെയ്യാൻ പറ്റില്ല, കാരണം ഞാൻ ഡെയിലി ട്രാവൽ ചെയ്യുന്ന ഒരാളായിരിക്കില്ല. ഞാൻ വീട്ടിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളായിരിക്കും. അപ്പോൾ ചാനൽ തുടങ്ങണം, ഇൻകം ഉണ്ടാക്കണം എന്നുള്ള ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ അവരുടെ ഡെയിലി റൊട്ടീനിൽ അവരെന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതിലേതെങ്കിലും ഒരു കാര്യം എടുക്കുക. ഇപ്പോൾ ഒരു ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതിനെ റിലേറ്റ് ചെയ്തിട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിതൊക്കെ സംസാരിക്കാം കേട്ടോ. ട്യൂഷൻ ക്ലാസ്സിൽ എന്തെടുത്തുന്ന്? എക്സാമിനുള്ളതാ. ഇക്കാക്ക് ഫുഡ് കൊടുത്തോ? അപ്പോ ബാഗ് കൊടുത്തോളാം. അപ്പോഴേക്ക് ചുറ്റി നിൽക്കണം പിള്ളേരൊക്കെ. എന്നിട്ടോ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് കൈ വന്നിങ്ങനെ വലിക്കുന്നുണ്ട് ബാഗ്. ഞാൻ ഒക്കെ വിശന്നിട്ടുണ്ടാവൂടാ. എനിക്കവിടെ മുണ്ടാണ് ചിരിച്ചിട്ടിരിക്കുന്നു. അവിടെ പിള്ളേരെ കൂടെ എന്നെ കണ്ണോണ്ട് ബാഗോടെ വെക്കാറാ. എന്നിട്ട് അതിലെന്റെ പൈസ ഉണ്ടാന്ന് പറഞ്ഞപ്പോ ഞാൻ പൈസ കൊടുത്തു. ഞാൻ എടുത്ത് ചെലവാക്കി കൊടുത്തു. അതല്ല വരുന്നുണ്ടോ ആള്? കഴിഞ്ഞിട്ടില്ലേ? അപ്പോൾ ഇൻഷാ അല്ലാ നാളെ കുറച്ചും കൂടെ കൂടുതൽ ഫുഡ് കൊടുത്ത് വിടേണ്ടി വരും. കാരണം എല്ലാ പിള്ളേർക്കും ഉണ്ട് വിശപ്പ്. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, രാവിലെ നേരത്തെ പോണതല്ലേ. ആ ലഞ്ച് ബോക്സിൽ കൊണ്ടുപോകണം കുറച്ച് ചോറ്, അതും അവരൊക്കെ ഷെയർ ചെയ്തിട്ടാണ് കഴിക്കുന്നത്. ചില കുട്ടികൾ ഫുഡ് കൊണ്ടുവരില്ല, അപ്പോൾ ഇവർ ഷെയർ ചെയ്യും. അങ്ങനെയൊക്കെയാണ് കഴിക്കണത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ നോക്കാം അല്ലേ. എന്നെ കൊണ്ട് എത്ര കാലം പറ്റുന്നൊന്നും അറിയില്ല, എന്നാലും നോക്കാം. അപ്പോൾ അവർ വരാൻ സമയമായിട്ടുണ്ടായിരുന്നു. വന്നു വിശക്കണു എന്ന് പറഞ്ഞപ്പം ഞാൻ വേഗം പൂരിയും മസാലയൊക്കെ ഉണ്ടാക്കിട്ടോ. അപ്പോൾ മോൻ വന്നപ്പോൾ പറഞ്ഞ ജിനിമ വിശക്കണു, അതൊന്നും എവിടെയും മതിയായിട്ടില്ല, ഇനി നാളെ വരുമ്പോൾ കുറച്ചും കൂടെ കൂടുതലാക്കി കൊടുത്തയക്കുന്ന്. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇനിയിപ്പോൾ ജ്യൂസ്, ഫ്രൂട്ട്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കട്ട് ചെയ്തിട്ട് അതുകളും ഒക്കെ അങ്ങനെ കൊടുത്തു വിടാമെന്ന് വിചാരിക്കുന്നുണ്ട്. നോക്കാം അല്ലേ. അപ്പോൾ അതാ വേഗം പൂരിയൊക്കെ ഉണ്ടാക്കി ഇനിയിപ്പോൾ അവർക്കൊന്ന് കഴിക്കാൻ കൊടുക്കണം. അതിനുശേഷം നമുക്ക് അരി ഉഴുന്നൊക്കെ ആട്ടിയെടുക്കാനുണ്ട് ദോശയ്ക്കുള്ളത്.
പിന്നെ എന്താണ് ഇന്നിപ്പോൾ ഇക്ക വരും നൈറ്റ്, പാതിരാത്രി ആവുമെന്നൊന്നും അറിയില്ല. വിളിച്ചപ്പം 1 മണിക്കൂർ കഴിഞ്ഞിട്ട് എത്തുള്ളൂ എന്ന് പറഞ്ഞിരുന്നു കേട്ടോ. പിന്നെ ഓഗസ്റ്റ് 15 ആയിട്ട് നിങ്ങളുടെയൊക്കെ പരിപാടി എന്താണ്, അതിൻ്റെ വ്ളോഗ് ഞാൻ വേറെ ഇടാം കേട്ടോ. വ്ളോഗ് എടുക്കണം എന്നാണ്. എനിക്കാണെങ്കിൽ ഗവൺമെൻറ് സ്കൂളിൽ നമുക്ക് പായസം കിട്ടിയിരുന്നില്ലേ, അത് കഴിക്കാൻ ഭയങ്കര കൊതി കേട്ടോ. അതിൻ്റെ റെസിപ്പി ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര കൊതിയുണ്ട്, ഭയങ്കര ന്യൂസ്റ്റു. രാവിലെ എണീച്ച് അവിടെ ഓടിപ്പോയി ലഞ്ച് ബോക്സിൽ പായസമൊക്കെ മേടിച്ച് എന്താ പറയുക അവിടുത്തെ കാര്യങ്ങളിലൊക്കെ പങ്കെടുത്ത് വീട്ടിലെത്തി ആ പായസം തുറന്നത് കുടിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സുഖമുണ്ടല്ലോ, അതൊക്കെ എനിക്ക് ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട്. ഇവിടെ അടുത്തൊന്നും ഗവൺമെൻറ് സ്കൂള് ഉണ്ട്, പക്ഷേ എനിക്ക് പോകാൻ മടിയാണ്. അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും പറഞ്ഞ് ജീവിക്കാൻ തുടങ്ങി അതേ ഉണ്ടാവുള്ളൂ അല്ലേ. പക്ഷേ ഞാൻ ഇതുവരെ അങ്ങനെ പോയിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ എന്തോ ഒരു സംതിങ് ഇത്. അങ്ങനെ പിള്ളേരിതാ കഴിക്കുകയാണ്. ഇനി എന്താ പറയാൻ, പിന്നെ അങ്ങനെ എല്ലാവരുടെയും ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എത്ര വെയിറ്റ് ഉണ്ട് ചോദിക്കുന്നുണ്ട്. 72. നിൻ്റെ പല വീഡിയോസും കണ്ടിട്ടുണ്ട്, ഉള്ളി പാടുന്നതിന് മുമ്പേ തന്നെ തക്കാളി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇടുന്നു. ഇല്ല, അത് സമയത്തിനനുസരിച്ച് മാത്രമാണ് കേട്ടോ അങ്ങനെ ചെയ്യാറ്. മലപ്പുറം എവിടെയാണ്? മലപ്പുറം അല്ല, പാലക്കാടാണ്. അലനല്ലൂരിൽ നിന്ന് കേട്ടിട്ടുണ്ടോ? അവിടെയാണ് കേട്ടോ നമ്മുടെ വീട്. പിന്നെ എൻ്റെ നാട്ടിലും മഴയുണ്ട്, ഉമ്മ ഹെൽപ്പിന് കൂടില്ലേ, അതിനൊക്കെ ഞാൻ കുറേ മറുപടി തന്നിട്ടുണ്ട്. ഇനി എനിക്കതിന് മറുപടി ഇല്ല. ഓക്കെ, പിന്നെ മഴ ഇവിടെയുണ്ട് കേട്ടോ. അങ്ങനെ റിഹാൻ്റെ ചായയൊക്കെ ഒന്ന് ചൂടാക്കി കൊണ്ടു കൊടുത്തിട്ടുണ്ട്. ഇനി എന്താണ് പരിപാടി ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് FBയിലത്തെ കമൻസ് ഒന്നും വായിച്ചിട്ടില്ല അല്ലേ. ഞാനൊന്ന് പോയി നോക്കട്ടെ എന്തൊക്കെയുണ്ട് എന്നുള്ളത് FBയിൽ. പിന്നെ ഞാൻ അപ്പം അവർക്ക് റിപ്ലൈ കൊടുക്കുമായിരുന്നു. യൂട്യൂബിൽ ഞാൻ അപ്പം റിപ്ലൈ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ FBയിൽ മാത്രമാണെന്ന് വിചാരിക്കല്ലേ. സംസാരം അടിപൊളി, പാചകം അടിപൊളി എന്ന് പറയുന്നുണ്ട്. പിന്നെ കുറേ ഹാർട്ട് ഉണ്ട്, ഗ്രീൻ ഹാർട്ട്, റെഡ് ഹാർട്ട് ഒക്കെ തന്നിട്ടുണ്ട്. സൂപ്പർ വീഡിയോ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉപ്മാവിനെ കുറിച്ചൊരു കമൻ്റ് ഉണ്ട്, ചെറുതാക്കി ഉപ്മാവിൻ്റെ ഉള്ളി അരിയണം, പിന്നെ നല്ലവണ്ണം ഉലർന്ന് കിടക്കണം. അത് അവിടുത്തെ ടൈപ്പ് ഉപ്മാവുകളാണ്. അങ്ങനെ ഇങ്ങോട്ട് വരെ നിങ്ങളൊന്ന് നോക്കിയാൽ മതി. കുറച്ച് ലൂസായിട്ടുള്ള രീതിയിലുള്ള ഉപ്മാവാണ് കേട്ടോ ഉണ്ടാവുക. ഈ ഭാഗത്തേക്ക് വരെ ഞാൻ ഉണ്ടാക്കണേക്കാട്ടിലും ലൂസായിട്ടുള്ള ഉപ്മാവും ഉണ്ടാവും കേട്ടോ അവിടെയൊക്കെ. നമ്മുടെ ഓരോ നാട്ടിലും ഓരോ രീതിയല്ലേ. പിന്നെ കുറേ അടിപൊളി പറഞ്ഞിട്ടുണ്ട്. ഹായ് ജിനിത്ത പറഞ്ഞിട്ടുണ്ട്. ഹായ് മുത്തേ. അങ്ങനെ ഞാൻ അരി ഉഴുന്നൊക്കെ ഒന്ന് വെള്ളത്തിലിട്ടത് ആട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിനെയൊക്കെ ഒന്ന് സെറ്റാക്കി ഉപ്പിടുന്നില്ല കേട്ടോ ഞാനിപ്പോൾ, കാരണം ഉപ്പിട്ടാൽ പെട്ടെന്ന് പുളിച്ചു പൊങ്ങണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഉപ്പിടാത്തത്. ഇനി നമുക്ക് കുറേ കമൻസും കാര്യങ്ങളിലൊക്കെ റിപ്ലൈ തരാനുണ്ട്, അതൊക്കെ വഴിയെ തരാം കേട്ടോ. പിന്നെ ഞാൻ ജസ്റ്റ് നമ്മുടെ ഒരു ഉള്ളിക്കറിയുടെ റെസിപ്പിയും കൂടി ഇതിൽ കാണിക്കുന്നുണ്ട്. അതേപോലെ പാലക്കാട് എവിടെയാണ് ചോദിക്കുന്നുണ്ട്. പത്തിരിപ്പാല കഴിഞ്ഞാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കഞ്ചിക്കോട് ചുള്ളിമടയാണ് കേട്ടോ നമ്മുടേത്. ഈ പറഞ്ഞ പോലെ നമുക്ക് എപ്പോഴും കമൻറ്റ് ചെയ്യുന്ന ഫിദു എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഐഡിയിൽ നിന്ന് ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ട്. കുറുമയുടെ കാര്യം പറഞ്ഞിട്ടും മക്കൾക്ക് വയ്യായിരുന്നു, ഇപ്പം എങ്ങനെയുണ്ട് കേട്ടോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെ പറഞ്ഞ പോലെ കുട്ടികൾ ഫുഡ് കഴിക്കുമ്പോൾ TV കാണിക്കാറുണ്ട്, അത് സ്റ്റോപ്പ് ചെയ്യിക്കണം. അത് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അവരുണ്ടല്ലോ ആ ടൈമിൽ തന്നെയാണ് TV ഓണാക്കുക. അതിലൊരു ബംഗാളി ഫുഡ് അടിക്കണ വീഡിയോ ഉണ്ട്, അതും കണ്ടിട്ടാണ് കുട്ടികൾ ഫുഡ് കഴിക്കുക. ചില സമയത്ത് എനിക്ക് ദേഷ്യം വരും, അപ്പോൾ ഞാൻ ഓഫാക്കാൻ പറയും കേട്ടോ. ചില സമയത്ത് ഓക്കെ കണ്ടോട്ടെ എന്ന് വിചാരിക്കും. എനിക്കെന്താ പറഞ്ഞാൽ നമ്മൾ അത്രയും നല്ല രീതിയിൽ ഫുഡ് ഉണ്ടാക്കിയിട്ട് അതെന്താന്ന് പോലും അറിയാണ്ട് ഫുഡ് കഴിച്ചാൽ എനിക്ക് ദേഷ്യം വരും. അല്ലെങ്കിൽ കുഴപ്പമില്ല, ജിനിമ സൂപ്പറായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓരോ കോംപ്ലിമെൻറ്റ് തന്നു കഴിഞ്ഞാൽ ഞാൻ സെറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കറിയൊക്കെ അവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുക്കറിൽ ചോറ് വെച്ചാൽ കൊഴുപ്പുണ്ടാവില്ലേ ചോദിക്കുന്നുണ്ട്. ഇല്ല, നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഊറ്റും. പൊതുവേ നമ്മുടെ ഈ പൊന്നിയരിക്ക് അങ്ങനെ കൊഴുപ്പുണ്ടാവാറില്ല കേട്ടോ. അപ്പോൾ അത് ഊറ്റിയാൽ മതി. വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്ന് ചോദിക്കുന്നുണ്ട്, ഒന്ന് പറയാമോ എന്ന്. ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഞാനും ഉമ്മയും ഉപ്പയും ഇക്കയും എനിക്ക് 2 മക്കളുമാണ് കേട്ടോ ഞങ്ങൾക്ക്. പിന്നെ എൻ്റെ സ്വന്തം വീട്ടിൽ ഉമ്മ ഉപ്പ ഞങ്ങൾ 4 മക്കളാണ്.
താത്താൻ്റെ കല്യാണം കഴിഞ്ഞു, അനിയത്തിൻ്റെ കല്യാണം കഴിഞ്ഞു, അനിയൻ മാത്രമുണ്ട് കല്യാണം കഴിക്കാൻ. ഇനി വല്ല പെണ്ണുങ്ങളും ഉണ്ടെങ്കിൽ നമ്മളെന്ന് അറിയിക്കണം ഇൻസ്റ്റ വഴി. നമ്മൾ പെണ്ണ് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, കിട്ടിയിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ഇതൊക്കെ ആയിട്ടുണ്ട്. പിന്നെ വെള്ളപ്പയർ എന്നാണ് അത്ര വൻപയറിന് പറയുക. ഓക്കെ, വൻപയർ എന്ന് അവിടെ പറയണ കേട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. നമ്മുടെ യൂട്യൂബും FBയും ഇൻസ്റ്റയൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ പോട്ടെ, മറ്റൊരു വീഡിയോയിൽ കാണാം.